അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഗെയിം കളിക്കാൻ പോവാണ്. എന്താ ആദ്യമായിട്ട് നമ്മ വീണ്ടും കളിക്കാൻ വേണ്ടി പോവാണ്. വീണ്ടും കളിച്ചോണ്ട് എനിക്കറിയില്ല ഗൈസ്, ഇത് എന്താ നടക്കാന്ന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അപ്പൊ എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ ഗെയിം കളിക്കാൻ പോകണ്ട. എനിക്ക് പേടിയാണ്. ഡിവിന്നൊക്കെയാണ് ഫസ്റ്റ് ചെയ്ത്. എനിക്ക് സത്യം പറഞ്ഞു ഞാൻ കുറച്ച് സൗണ്ട് കുറയ്ക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ. അക്സെപ്റ്റ് കൊടുക്കാം, എന്നിട്ട് പ്ലേ കൊടുക്കാം. ഡിഫിക്കൽട്ട് കൊടുക്കാം, നമുക്ക് ഒരു ഈസി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കളിക്കാൻ പറ്റിയ ഹൈ കൊടുക്കാം. മ്യൂസിക് വേണ്ട ഗൈസ്, മ്യൂസിക് ഒക്കെ ഇട്ടോട്ടെ. ടിപ്പ് ബി ക്വൈറ്റ് എവരിത്തിങ് അത് നമുക്ക് വായിക്കാം. അത് നമുക്ക് ചെയ്യാം അല്ലേ? ലോഡിംഗ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ചെയ്യാറായിട്ട് മുറിയിലായിരിക്കും എന്തായാലും. നമുക്ക് എങ്ങനെയൊക്കെ കളിച്ച് ജയിക്കണം എന്നാണ് എൻ്റെ ഡേ 1 ഗൈസ്. ഡേ 1 എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് തുറന്ന് വെക്കാം, അല്ലെങ്കിൽ അത് പൂങ്ങിയ തട്ടിടട്ടെ ഗൈസ്. അപ്പം നമുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അങ്ങോട്ടേക്കും പോകണ്ട, അത് വരും. കുറച്ചങ്ങോട്ട് പോയി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ പ്രശ്നവും ആൾ വരും എന്തായാലും. നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് എന്തായാലും വരാത്തേ നമ്മ മിക്കവാറും ഇരിക്കുമ്പോഴേക്കും വരാം. അപ്പം എന്നില്ലേ ഗൈസ്, അപ്പം നമുക്ക് ഒന്നുകൂടി പോയി തട്ടിയിടാം. ഇവൾക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. നമ്മുടെ ഗൈസ് പതുക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇപ്പം ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. അങ്ങോട്ട് പോകാത്ത മണി അടിച്ചു പോകുന്നുണ്ട് ഗൈസ്. അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു പേടിയും ഉണ്ടോ? എനിക്ക് പേടിയുണ്ട്. എനിക്ക് നിനക്ക് വരില്ല. മണി അടിച്ചു നമ്മൾ ഇവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ പിടിക്കും ഗ്രാനി, അത് ഉറപ്പാണ്. അതെ, പിടിക്കുന്ന ഉറപ്പാണ്. അവ അല്ലും കടച്ചേടി ഒച്ചയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, കുറേ നേരം നിൽക്കണം കേട്ടോ. എന്നിട്ടും ഗ്രാനി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോയി നോക്കാം. തുറക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം പോയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണോ ഇനിയുള്ള? ഞാൻ എവിടേക്ക് പോകാറ് പണ്ട്? പോകും ലിഫ്റ്റിലെങ്ങാണ്ടൊക്കെ ലിഫ്റ്റ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടേക്കാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്. കാർ കേട്ടോ, അവിടെ കാറാണുള്ളത്. ഇവിടെ ഒരു കാർ ഗൈസ്. നമുക്ക് ടിക്കറ്റ് നോക്കണ്ട. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് അല്ല, ഇതിൻ്റെ എൻജിനൊക്കെ നോക്കണം. എൻജിൻ പാട്ട് വേണം. നീടെ എൻജിൻ പാട്ട് എവിടെ നിന്ന് കണ്ടുപിടിക്കണം ഗൈസ്? നമുക്ക് ഗൈസ് അപ്പം നമ്മൾ എണീറ്റിട്ട് കുറച്ചേരം കൂടി ഇരിക്കുകയാണെങ്കിൽ ഗ്രാനിയാണ് വന്നു കഴിഞ്ഞാൽ പറ്റും. നമ്മുടെ ഗ്രാനി വരും. വെട്ടു ഗൈസ് നമ്മൾ വീണ്ടും അടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാനി കുട്ടിയമ്മ ഗൈസിക്ക് മടുത്ത് കളിച്ചിട്ടാ. 2 2 ആയിട്ടുണ്ട്. അത് നീ കളിച്ചോളൂ. അയ്യോ എനിക്ക് പേടിയാടി സത്യം പറഞ്ഞാൽ. ഞാൻ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടൊക്കെ ഫസ്റ്റ് നമുക്ക് ഗ്രാനിൻ്റെ വട്ടം കളിപ്പിക്കാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. എനിക്കറിയില്ല കളിക്കാൻ. ഒരു മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് തുറന്നു നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇരിക്കണമെങ്കിൽ. ലീവ് ദ ഹൗസ്. നല്ല ചൂടുണ്ട് ഇവിടെ. അത് തട്ടിയിടറി പോയി. തട്ടിടങ്ങ കുനി നമുക്കറിയില്ല എന്നൊന്ന് കേസ് കളിക്കാൻ. ഇതിന് വേറെ പണി അത് നേരെ തന്നെ ഇരിക്കണം. കേസ് ഇങ്ങോട്ട് തന്നെ നമുക്ക് വാലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. വാതിൽ ക്ലോസ് ആയിരുന്നത് ഞാൻ കണ്ടപ്പോൾ കളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ അത് അവിടെ ഉണ്ടാവുന്നു. കേസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നീണ്ടിട്ട് പോകാം. ഇത് ഏത് വഴി? കുടിക്കട്ടെ. ബോഡിയിലാണ് ഇരിക്കുന്നത്. ആ സാധനം ഇങ്ങോട്ട് വീണു കേട്ടോ. അതുകൊണ്ട് അതങ്ങോട്ട് പോയി. ആ ഭാഗ്യത്തിന് സ്ഥലം കിട്ടിയല്ലോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു വീഡിയോ കളിച്ചായിരുന്നു കേട്ടോ. അതിൽ എന്താ അവിടെ ഇവിടെയൊക്കെ മഞ്ഞ ബൾബ് നീല ബൾബ് എത്തുന്നു. ഞാനപ്പോൾ ഗ്രാൻഡ് തൊട്ടിപ്പാത്താണ് റൂം. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴേക്കും ഉണ്ടല്ല അവിടെ എൻ്റെ ഗ്രാൻഡ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അതേ വരുന്നത് തള്ളി ഇങ്ങോട്ട് വരുമോ?
അത് ചുറ്റും നോക്കണ്ട ആ തളക്ക് ഞാൻ തായ ആ നേരെ വെച്ച് കുഴപ്പമില്ല. ആ സാധനം നേരെ വെച്ചിട്ട് പൊട്ടത്തിയാണ് ഓടി. നമുക്ക് വീണ്ടും പോയി തട്ടി ഇപ്പൊ തട്ടിണ്ട അത് പോയിട്ടുണ്ടാവില്ല. വീണ്ടും നമ്മളത് പോയി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. തട്ടിയും വരുമ്പോൾ ഗൈസ് വരുന്നു നമ്മുടെ ഇവരെ ഞാനിന്ന് ശരിയാക്കും. ഇവരെ ഞാൻ ഇഷായി ഉണ്ടായി ഇമ്മ വരപ്പിക്കും അത് പറഞ്ഞാൽ വരുന്നത് നേരെ വെച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി പോയി തട്ടിയിടാം കേട്ടോ. ആ സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വട്ടം കളിപ്പിക്കാം. നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്കാനായിട്ട്. വട്ടം വട്ടം കളിപ്പിക്കാൻ രസമുണ്ട്. അത് ഇങ്ങോട്ട് ഓടിയൊന്നും പണിയാണ്. ഓ അതെല്ലാം തട്ടിയിട്ടിട്ട് പോയിക്കണ്. എനിക്ക് പേടിയാണ് പുറത്തിറങ്ങാൻ. അത് എങ്ങനെയാണ് വട്ടം കളിക്കുന്നത്? അയ്യോ ഗൈസ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കണം. അത് പോകും. അത് തന്നെ തട്ടിയിട്ട് പ്രാന്തണം. അത് തന്നെ തട്ടിയിട്ട് അതിന് ശരിയാക്കിയിട്ട് പോകും. നമുക്ക് 2 മിനിറ്റ് പോയിട്ട് തട്ടിയിട്ട് വേഗം തീർക്കോ. ഈ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആക്കാൻ ഞാൻ വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നിൽക്കുന്നുണ്ട്. വരുന്നേ തള്ളുന്ന നമ്മുടെ ഗ്രാനിക്കുട്ടി അടിക്കുന്നുണ്ട്. മഴ പെയ്തില്ലേ? പോവായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഓരോന്നൊക്കെ പറയണം ഗൈസ്. ഫാൻ ഇടാൻ തോന്നുന്നുണ്ട് പക്ഷേ അതുകൊണ്ടാണ് ഫാൻ ഇടാൻ പോകുന്നു. മനുഷ്യനെ വർപ്പിക്കാനായിട്ട് വന്നു. അതെ വെറുപ്പിച്ച് കൊല്ലാൻ നോക്കുന്നു. അവിടെ നമുക്കൊന്നുകൂടി തട്ടിടാം. ഇത് നമ്മൾ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ടോ? അതിപ്പോൾ വീണ്ടും വരുന്നു. കുറച്ച് നേരം കൂടെ വയ്ക്കാം അല്ലെങ്കിൽ അത് അറിയാം കുറേ നേരം അതിന് വട്ടങ്ങൾ പിന്നെ വളരെ സ്ഥലം ഉണ്ടാവാതിരിക്കണം. നമുക്കിത് പോകും അല്ലെങ്കിൽ അത് വട്ടം കളിപ്പിച്ചാലേ അടുത്ത് കിട്ടും. നമുക്ക് പറയാൻ പറ്റാതെ എൻ്റെ ദൈവമേ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കയറി അപ്പോഴേക്കും നീ ഗ്രാൻഡ് ഉണ്ട് സത്യത്തിലും. പീസ് ഓഫ് പെയിൻറ്റിങ് വേണ്ട. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി പാത്രത്തിലൊക്കെ പോകും. നമ്മളെവിടെയെങ്കിലും പെട്ടു ഗൈസ്. ഇങ്ങനെ നോക്കട്ടെ. ഇങ്ങനെ ഇപ്പറങ്ങണ്ട അത് പോകട്ടെ. ഗ്രാനിക്കുട്ടി അടി പോകട്ടെ. അതെ എവിടേക്ക് പോകണം? അതിന്റെ പാട്ടിക്ക് പോകും. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ നമുക്ക് നല്ല സ്ഥലം കിട്ടി. സത്യം പറഞ്ഞ അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണട്ടെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ പറഞ്ഞ് തൃപ്തി. നമുക്ക് 3 കളിക്കണം 4 കളിക്കണം 5 കളിക്കണം. അപ്പോൾ നമുക്ക് കാലൊക്കെ കഴിച്ച് വെച്ചിരിക്കുക. നല്ല ചൂട് ഫാനിട്ടിരുന്നു. എനിക്കൊരു ചൂട് കഴിച്ച് കൂടെ എന്താണെന്നറിയില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാനിട്ട് പോയി അറിയാതെ തട്ടിയിട്ട് ആതിരിക്കാം. ഭയങ്കര ചൂട് പറയണ്ട ഗൈസ്. ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് അയ്യോ ഗൈസ് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് കേൾക്കണൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇടയ്ക്ക് കളിക്കണം ഗൈസ്. ഭയങ്കര പാടാണ് കളിക്കാൻ. പാടെന്ന് പറയാൻ ഇത് പോവാറായ സമയത്ത് തന്നെ വരുന്നു കേട്ടോ. ഞങ്ങളുടെ പോകുന്ന ഈ വഴി ഇറങ്ങി പോവാം. അത് എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. ഫ്രീ ഷോ എവിടെ? ഇവിടെ എനിക്കൊരു സ്പേസ് ഇട്ടുണ്ട്. നല്ല സ്പേസ്. നമുക്ക് തട്ടിയിട്ട് കുടിച്ചാലോ? അതിവിടെ ഉണ്ട്. അവരിവിടെ ഇല്ല. അപ്പം നമ്മളിങ്ങനെ അത് TV-യുടെ എന്തോന്നു അവിടെ കണ്ടിട്ട് ഗ്രാനി കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രാനി ഇവിടെ ഇല്ലാട്ടോ പൈസ മുതന്. അത് വരണവരെ ഇവിടെ ഇരിക്കാം. ഇവിടെ വരെ അതിലുണ്ടോ? ഭാഗ്യം. നമ്മളിപ്പോൾ എപ്പോൾ ജയിക്കുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്കൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടിക്കറ്റില്ല മറ്റേ പാട്ട് എൻജിൻ പാട്ട് കിട്ടണം. വന്നാൽ നമ്മുടെ പോകുന്നതാണ് എൻ്റെ ഒരു അത് പിടിക്കാൻ പിടിച്ചോട്ടെ. അതെ അപ്പം പാർട്ട് 3 ആയി പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടല്ലേ ഇവിടുത്തെ ലോക്കറാണ് ഗൈസ്. ലോക്കൊക്കെ മാറ്റിട്ടൂടി നീ അത് വരണം. അപ്പം നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഇതാണ് നമ്മൾ ഷെഡ് കേട്ടോ. ഷെഡിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇവിടെ നമുക്ക് തടച്ചിടാട്ടോ. അല്ലെങ്കിൽ അത് വന്നിട്ട് ഇവിടെ ആരാണ് പ്ലാനൊക്കെ ഒറ്റ വീടിൻ്റെ പ്ലാനാണോ? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാം. നമുക്കൊരു കാര്യം വീടിൻ്റെ പ്ലാനാണെങ്കിലേ അത് നമുക്ക് എടുത്ത് വെച്ചാലോ? നമ്മുടെ കയ്യിൽ ആവശ്യം എടുക്കാൻ പറ്റില്ലേ? നോക്കി നോക്കാം. അമ്മേ അടിക്കുന്നു പോയൊക്കെ നമുക്ക് അടിയിലെന്തിട്ടാ അടിക്ക് പോകാൻ പറ്റില്ല. ഒരു വെള്ളമാണ് അടിയിൽ നല്ല സ്പേസാണ്. നമുക്കിത് ഇവിടെ ഓടിക്കാം. ഇവിടെ ഗ്രാനി വരുമോ?
വരാം. ഇതേത് വഴി എനിക്കറിയില്ല. ആ തുറന്നു നോക്കി. നമ്മുടെ മറ്റേ സ്ഥലം. ഏത്? ആ മറ്റേ ചോലക്കണിക്ക് കുളിക്കും. ആ മറ്റേ കൊല്ലണ സ്ഥലമല്ലേ എല്ലാവരും. നമ്മൾ ഇവിടെ എത്തിയാ? അങ്ങനത്തെ മറ്റേ വഴിയുണ്ട്. കുറച്ച് നമുക്ക് ഒഴിക്കട്ടോ. ത്രികോണത്തിലൊക്കെ പറ്റിയിരുന്നു. ഞാനിപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു. സോ ഗൈസ് ടാറ്റ ബൈ ബൈ. ബൈ ബൈ എന്ന് പറഞ്ഞു. ടാറ്റ. ഞങ്ങള് ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് ഒന്നും ഇതറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും കൂടി ഉണ്ട്, പക്ഷെ അത് ചെയ്യേണ്ട ഒരു മടിയാണ് കേട്ടാ. അപ്പൊ എന്നാലും കുഴപ്പമില്ല, അതിനെ കൊണ്ട് ഇഷ്ടായി ഇഷ നല്ലതായിട്ട് പറപ്പിച്ച് നമ്മള് നല്ലതായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഓയിലേക്ക് കൂടെ ഇറങ്ങി പോകുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.